നമ്മൾ ഇതിന് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സബ് വൂഫറാണ്. ഇത് നോർമൽ ഒരു ഹോം തിയേറ്റർ ആയിരുന്നു, നമ്മളത് ആംപ്ലിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ചിറ്റിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ കാറിൽ എങ്ങനെ ഒരു ആംപ്ലിഫയർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വയറിങ്ങും പറയുന്നുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് മ്യൂസിക് പ്ലെയറിൽ നിന്ന് ആംപ്ലിഫയറിലോട്ടുള്ള വയറിങ്, പിന്നെ അതിന് സ്വിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ബോണറ്റ് തുറക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ ബാറ്ററിയൊക്കെ ഉണ്ടാവുക, അതാണ് ആദ്യം നോക്കണേ. ഓൾറെഡി ഈ വണ്ടിയിൽ ഞാൻ വയറിങ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി അത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണ്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും, ഒരു ഡൗട്ട് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓക്കെ, ബാറ്ററി സൈഡിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ റിമൂവ് ചെയ്തിടണം. മൈനസിൻ്റെ സിമ്പിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിയാൽ ഒരു പ്ലസിൻ്റെ സിമ്പിൾ ഉണ്ടാവും. ഇതിൽ നെഗറ്റീവ് ടെർമിനൽ ആദ്യം തന്നെ അഴിച്ച് മാറ്റിയിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വയർ ചെയ്യുന്ന സമയത്തേക്ക് ഈ ഒരു പോസിറ്റീവ് ഏതെങ്കിലും ബോഡിയിലെ ഏതെങ്കിലും പാർട്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഷോർട്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നെഗറ്റീവ് ടെർമിനൽ അഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി 10 സ്പാർ വെച്ചിട്ടാണ് നമ്മളിത് അഴിക്കേണ്ടത്. ഇത് വയറിംഗ് കിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വയറിംഗ് കിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവിൻ്റെ വയറുണ്ട്, അത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വയറായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നെഗറ്റീവിൻ്റെ അതൊരു ചെറിയ വയർ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് തിക്നെസ് ഇല്ലാത്ത അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വയർ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റിമോട്ട് ടേൺ ഓവർ വയറാണ്. അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയാം, അത് വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ RCA എന്ന് പറഞ്ഞാൽ ഓഡിയോ ഇൻപുട്ട് ഔട്ട്പുട്ട് വയറുകൾ വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ സബ് വൂഫറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വയർ കൂടെ വരുന്നുണ്ട്. ഇത്രയും വയറുകൾ അതിനകത്തുണ്ട്. അപ്പം അത് വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കടയിൽ നിന്ന് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് അത്യാവശ്യം ഗേജുള്ള ഒരു കട്ടിയുള്ള ഒരു വയറിട്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ആംപ്ലിഫയറിലേക്കുള്ള ആ ഒരു വയർ കണക്ഷൻ എടുത്തേക്കുന്നത്. അതായത് പോസിറ്റീവിലേക്ക് നമ്മളൊരു വയർ ലൂപ്പ് ചെയ്ത്, ആ ഒരു വയറിംഗ് കിറ്റിലുള്ളതാണ് ഇത് കാണാം. ഇതാണ് ആ ഒരു പോസിറ്റീവ് വയർ വരുന്നത്. ഈ വയർ ലൂപ്പ് ചെയ്ത് ഇവിടെ ഒരു ഫ്യൂസാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഫ്യൂസ് എല്ലാം ആ ഒരു വയറിംഗ് കിറ്റ് വരുന്നതാണ്. ആ ഒരു പോസിറ്റീവ് ലെഡ് നേരെ ഇവിടെ കൂടെ ഒരു ക്യാബിലേക്ക് പോകാൻ വേണ്ടി ഒരു ഹോൾ വരുന്നുണ്ട്. ആ ഒരു ഹോളിൽ കൂടെ എടുത്തിട്ട് അകത്തോട്ടാണ് എടുത്തിട്ടേക്കുന്നത്. ബോണറ്റിൽ നിന്ന് വരുന്ന ആ ഒരു പോസിറ്റീവ് വയർ നമ്മൾ ഈ ഒരു വശത്തോടെയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു വയർ നമ്മൾ പുറയിലേക്കൂടെ എടുത്തേക്കുന്ന ഈ സൈഡ് പാനലിൽ കൂടെയാണ്. ഇപ്പോൾ ഈ പാനൽ എങ്ങനെയാണ് അഴിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഡിക്കി ഓപ്പൺ ലിവർ സെറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി സ്റ്റീരിയോയിൽ നിന്ന് നമ്മൾ വയർ ഔട്ട്പുട്ടുകൾ എടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ റിമോട്ട് ടേൺ ഓവർ വയർ ഒരെണ്ണം എടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ താക്കോൽ ഓൺ ആകുന്ന സമയത്ത് മാത്രം ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉള്ളൊരു വയറാണ് റിമോട്ട് ടേൺ ഓവർ അല്ലെങ്കിൽ ACC വയർ എന്ന് പറയും. അത് നമ്മൾ സ്റ്റീരിയോയുടെ പുറയിൽ ആ ഒരു വയറിങ് വന്ന് കിടപ്പുണ്ട്, അവത്തിൽ നിന്ന് നമ്മൾ എടുക്കണം. പിന്നെ അത് മാത്രമല്ല സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഒരു RC കേബിൾ വെച്ചിട്ട് നമ്മൾ ഇവത്തിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പം ആദ്യമായിട്ട് സ്റ്റീരിയോ അഴിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ സ്റ്റീരിയോ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആ സ്റ്റീരിയോ വരുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കാർ ചാർജർ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ നേരം ഇത് എങ്ങനെയാണ് അഴിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അഴിക്കാൻ അറിയാത്തവർ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആൾട്ടോയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു മെത്തേഡ് വെച്ച് എല്ലാ കാറിലും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും വർക്കിംഗ് മെക്കാനിക്സ് എല്ലാം സെയിം തന്നെയാണ്, വയറിങ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ നോക്കി ഈ സ്റ്റീരിയോ നോക്കി ഇവിടെ ഫ്യൂസാണ് വരുന്നത്, ഒരു 10 ആംപിയർ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ RC കേബിൾ കണക്ട് ചെയ്യേണ്ട പോർട്ട്. അതായത് LCH റൈറ്റ് CH എന്ന് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. ഇവിടെ നിന്നാണ് RCA കേബിൾ എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇഗ്നീഷ്യൻ സ്വിച്ച് ഇതിൽ റെഡ് എന്ന് പറഞ്ഞ മാർക്ക് ഇട്ടുണ്ടാവും. പല സ്റ്റീരിയോയിലും അങ്ങനെ ഇഗ്നീഷ്യൻ സ്വിച്ച് അല്ലെങ്കിൽ റിമോട്ട് ടേൺ ഓവർ എന്നല്ല റിമോട്ട് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ ആ റിമോട്ട് ടേൺ ഓവർ വയർ എടുക്കേണ്ടത് ആംപ്ലിഫയറിലേക്കുള്ള. അപ്പം എനിക്ക് ഓൾറെഡി അറിയാം ഇതിനകത്ത് റെഡ് കളറാണെന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അറിയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ കൂടെ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ബ്ലൂ വയറാണ് നമ്മുടെ റിമോട്ട് ടേൺ ഓവർ വയർ വേണ്ടി നമ്മൾ പുറകിലോട്ട് എടുത്തേക്കുന്നത്. പിന്നെ RC കേബിളും നമ്മുടെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. RC കേബിളും ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതാണ് ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനലിലേക്കുള്ള RCA കേബിൾ. അപ്പം ഇതും എല്ലാം കൂടെയാണ് നമ്മൾ പുറയിലോട്ട് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഈ സൈഡ് പാനലിൽ കൂടെ എടുത്തേക്കുന്ന വയറുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന മെയിൻ പോസിറ്റീവ്, അതുപോലെ തന്നെ ഈ കാർ സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനലിലുള്ള RCA കേബിള്, പിന്നെ റിമോട്ട് ടേൺ ഓവർ വയർ. ഇത്തരം വയറുകളാണ് നമ്മൾ ഈ സൈഡ് പാനലിൽ കൂടെ പുറകിലോട്ട് എത്തിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആംപ്ലിഫയർ ബാക്ക് ഡിക്കി വെച്ചതാണ് വെക്കാണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഡിക്കി ഓപ്പൺ ചെയ്യാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നോർമൽ വണ്ടികളിലൊന്നും ഇല്ലാത്തൊരു ലിവറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. ഇതാണ് RCAയുടെ ആ ഒരു കേബിൾ നമ്മൾ മുമ്പിൽ നിന്ന് വലിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് പോസിറ്റീവ്, പിന്നെ ഇത് റിമോട്ട് ടേൺ ഓവർ വയർ.
ഇനിയിപ്പോൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ടെർമിനലാണ് എടുക്കേണ്ടത്. നെഗറ്റീവ് അഥവാ മൈനസ്. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഒരു ഗ്രൗണ്ട് വയർ നെഗറ്റീവ് വയർ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രൈക്കർ പ്ലേറ്റ്, അതായത് ഡിക്കി ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്ട്രൈക്കർ പ്ലേറ്റിൽ നിന്നാണ് ആ ഒരു നെഗറ്റീവ് ടെർമിനൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു നെഗറ്റീവ് വയർ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു സ്ക്രൂ അഴിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ആ ഒരു ഹുക്ക് ഇട്ടിട്ട് നമ്മൾ മുറുക്കി വെച്ചേക്കാണ്. അപ്പോൾ അത് ആ ഒരു വയർ നേരെ എടുത്തേക്കുന്നത് ഇതാണ് ആ ഒരു നെഗറ്റീവ് വയർ. ഇതിപ്പം നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയിൽ നിന്ന് അഴിച്ചു വെച്ചിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാവുള്ളൂ. കാരണം ഇത് തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ അത് സ്പാർക്ക് ഉണ്ടാവും, അത് വലിയ അപകടം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വയറിങ് ചെയ്തതിന് മുമ്പ് തന്നെ നെഗറ്റീവ് ഫുള്ള് അഴിച്ചിട്ടേക്കണം. നമ്മളിതിന് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സബ് വൂഫറാണ്. ഇത് നോർമൽ ഒരു ഹോം തിയേറ്റർ ആയിരുന്നു, നമ്മളത് ആംപ്ലിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇപ്പം പിന്നെ ഇവിടെ സ്റ്റിക്കർ വർക്കാണ് ചെയ്തേക്കുന്നത്. ഇത് അത്യാവശ്യം ഇതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഭാഗങ്ങളെല്ലാം ദ്രവിച്ചു പോയായിരുന്നു. അപ്പോൾ നമ്മളത് മൊത്തം കളഞ്ഞിട്ട് സ്റ്റിക്കറാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കാറിൽ വെക്കുന്ന ഒറിജിനൽ ആംപ്ലിഫയർ തന്നെയാണ് വരുന്നത്. നമ്മളിവിടെ ഒരു ഹോള് ഇട്ടിട്ട് നമ്മളത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ് വരുന്നത്. ഈ ഒരു ആംപ്ലിഫയർ നോക്കുവാണെങ്കിൽ ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന DC ആംപ്ലിഫയർ ആണ് വരുന്നത്. ഇതിൽ 25 ആംപിയറിന് ഒരു ഫ്യൂസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടെർമിനലുകളുണ്ട്. ഒന്ന് GND, അതായത് ഗ്രൗണ്ട്, അത് തന്നെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ടെർമിനൽ. ഈ +12 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ് 12 വോൾട്ട് പോസിറ്റീവ് കൊടുക്കേണ്ട ആ ഒരു ലെഡ്. പിന്നെ ഈ REM എന്ന് പറഞ്ഞാണ് റിമോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാറിൻ്റെ കീ ഓപ്പൺ ആകുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഇതിലാണ് വരുന്നത്. പിന്നെ വരുന്ന ടെർമിനൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു നോബ് കാണാം. ഇതാണ് ഇതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച്. ഇത് തിരിക്കുന്നതനുസരിച്ച് വോളിയം കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെ ഇത് FERE ഫ്രീക്വൻസിയാണ് ഇത് വരുന്നത്. ഇത് ബാസ്, നമ്മുടെ ആ ഒരു ആംപ്ലിഫയറിൻ്റെ പവർ, സബ് വൂഫറിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയുള്ള ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ചാണ് വരുന്നത്. പിന്നെ ഇതിവിടെ ബാസ് ഫുള്ള് എന്ന 2 ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ നോർമൽ സ്പീക്കറാണ്, വൂഫർ ടൈപ്പ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഫുൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് കിട്ടും. ബാസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സബ് വൂഫറിൻ്റെ ആ ഒരു ബാസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 6L ഇൻപുട്ടിലും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ഔട്ടിൽ 6L കാണിക്കുന്നുണ്ട്. ഇൻപുട്ടിലുള്ള 6L എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷനും, ഔട്ട്പുട്ടിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവത്തിൽ നിന്ന് വേറെ സ്പീക്കർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പം കണക്ട് ചെയ്യേണ്ട RCA ഇൻപുട്ടിലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് 6L റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ നെഗറ്റീവാണ്. നെഗറ്റീവ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോവാം. അപ്പം GND എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നെഗറ്റീവ് നമുക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഉള്ളത് 12 വോൾട്ട്, അവിടെയാണ് പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് ലൂസ് കണക്ട് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഉള്ളത് നമ്മുടെ റിമോട്ട് ടേൺ ഓവർ വയറാണ് ഇനി കണക്ട് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ റിമോട്ട് ടേൺ ഓവർ വയർ എടുക്കുന്നില്ലെങ്കിലും നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് ഈ ഒരു റിമോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനും ഈ ഒരു പോസിറ്റീവ് 12 വോൾട്ട്, ഇത് രണ്ടും തമ്മിൽ ഷോർട്ട് ചെയ്താലും നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിമോട്ട് ടേൺ ഓവർ വയർ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എടുക്കുന്നില്ലെന്ന് വെച്ചിരിക്കുന്നവർക്ക് ഈ 2 ഭാഗം ഷോർട്ട് ചെയ്ത് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ RCA എന്നുള്ള ആ ഒരു ലീഡ് ഇൻപുട്ട് ഭാഗത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് നോക്കി കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്വിച്ച് കൂടെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തേക്ക് ആംപ്ലിഫയർ ഓഫ് ആക്കാൻ വേണ്ടി ഒരു സ്വിച്ച് സെപ്പറേറ്റ് നമ്മൾ ഡാഷ്ബോർഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇതാണ് ആ ഒരു സ്വിച്ച് വരുന്നത്. ഇത് നമ്മൾ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ആംപ്ലിഫയറിൻ്റെ വയർ ലെങ്ത് കുറവായതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ഒരു വയർ, ഇത് കട്ടി കുറഞ്ഞ വയറല്ല, 4mm തിക്നെസ് വരുന്ന വയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് കുറച്ച് ലെങ്ത് ആ ഒരു ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാം. ഇത് ചെയ്യേണ്ട കാര്യം പോസിറ്റീവ് വയറിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ സ്വിച്ച് വെക്കുന്ന ഈ ഒരു ഓപ്ഷനിലാണ് വെക്കുന്നത്, ഈ ഒരു സ്ലോട്ടിലാണ് നമ്മൾ സ്വിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വയർ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് നമുക്കിവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. നമ്മളിവിടെ സ്വിച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ നിന്ന് വന്നേക്കുന്ന വയർ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് കട്ട് ചെയ്തിട്ട് അവിടെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു വയറാണ് ഈ കാണുന്നത്. അത് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഇടയിൽ കൂടെ ടേപ്പ് ചെയ്ത് നേരെ ആംപ്ലിഫയറിൻ്റെ മെയിൻ പോസിറ്റീവ് കട്ട് ചെയ്തിട്ട് അവിടെ ഇട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടെ ബേസിക്കായിട്ടുള്ള ആ ഒരു വയറിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് വെച്ചാൽ ബാസ് ട്യൂബിൽ വെക്കുന്ന ടൈപ്പുള്ള ഒരു ആംപ്ലിഫയറും അതുപോലെ തന്നെ ഒറിജിനൽ വയറിംഗ് കിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വയറിംഗ് കിറ്റോ അല്ലെങ്കിൽ ഈ ഒരു ആംപ്ലിഫയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നൽകാൻ പറ്റും. നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തേക്കും കൊറിയർ ഫെസിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു ഹോം തിയേറ്ററിന് എത്രമാത്രം ഔട്ട്പുട്ട് ബാസ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കുവാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വയറിങ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ഊരിയിടുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി തന്നെ നമുക്ക് സ്വയമേ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഈ ഒരു വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കാം. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.